everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഇംഗ്ലീഷ് പാസേജ് എടുത്തിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി കുറച്ച് ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പോവാ. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്കും വരെ മനസ്സിലാവുന്ന രീതിയിലാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. മാക്സിമം ആൻസർ ചെയ്യാൻ നോക്കുക, നിങ്ങൾക്കത് ഈസി ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ പാസേജിന്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇംഗ്ലീഷ് സംസാരിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലാവും. ഇതുപോലെ സെന്റൻസ് പഠിക്കായാലും അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ പാരഗ്രാഫ് നമ്മൾ പറയില്ലേ, ഇംഗ്ലീഷ് എപ്പോഴും നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ ഏറ്റവും വേണ്ടത് ഹാബിറ്റ് എന്താണ്? റീഡിംഗ് ആണ്. നമ്മൾ വായിക്കണം, എന്നാലാണ് നമുക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഈ പ്രാവശ്യം ട്രൈ ചെയ്യോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഇഷ്ടമാവാന്ന് വെച്ചാൽ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പാസേജ് വായിച്ചിട്ട് അതിൻ്റെ ഓരോ ലൈൻ്റെ മീനിങ് മനസ്സിലാക്കി അവസാനം ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എനിക്ക് വീഡിയോയിൽ വേണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മിസ്റ്റർ ജോൺ സെൽസ് ഫുഡ് ഐറ്റംസ് ഇൻ ഹിസ് ഷോപ്പ്. മിസ്റ്റർ ജോൺ തൻ്റെ കടയിൽ ഭക്ഷണ സാധനങ്ങളാണ് വിൽക്കുന്നത്. മിസ്റ്റർ ജോൺ ആൻഡ് എ യങ് മാൻ വർക്ക്ഡ് ദെയർ. അപ്പോൾ ഇവിടെ എന്താ പറയണേ? മിസ്റ്റർ ജോണും അതുപോലെ തന്നെ ഒരു യുവാവും അവിടെ ജോലി ചെയ്തിരുന്നു. ദ യങ് മാൻസ് നെയിം വാസ് ജോർജ്. ആ യുവാവിൻ്റെ പേരെന്തായിരുന്നു? ജോർജ് എന്നായിരുന്നു. എ മാൻ കെയിം ഇൻ ടു എ ഷോപ്പ് ഓൺ മൺഡേ. തിങ്കളാഴ്ച ഒരാൾ കടയിൽ വന്നു. ഹി വാസ് എ ഫണ്ണി മാൻ. ഇവിടെ ഹി എന്നുദ്ദേശിച്ചത് എന്താണ്? കടയിൽ വന്ന ആളെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അയാളൊരു തമാശക്കാരനായിരുന്നു എന്നാണ് പറയുന്നത്. മിസ്റ്റർ ജോൺ വാസ് ഇൻ ദ ഓഫീസ്. മിസ്റ്റർ ജോൺ ഓഫീസിലായിരുന്നു. ഇറ്റ് വാസ് ബിഹൈൻഡ് ദ ഷോപ്പ്. ഓഫീസ്, ഇവിടെ ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓഫീസിനെയാണ്. അപ്പോൾ ഓഫീസ് കടയുടെ പിന്നിലായിരുന്നു. ദി ഫണ്ണി മാൻ ലുക്ക്ഡ് അറ്റ് ജോർജ് ആൻഡ് സെഡ്, ഐ വോണ്ട് എ സ്മോൾ ടേബിൾ പ്ലീസ്. അപ്പോൾ തമാശക്കാരനായ അയാൾ ജോർജിനെ നോക്കി എന്താ പറഞ്ഞത്? എനിക്കൊരു ചെറിയ മേശ വേണം എന്നാണ് പറഞ്ഞത്. ജോർജ് സെഡ്, വി ഡോണ്ട് സെൽ ടേബിൾസ് ഇൻ ദിസ് ഷോപ്പ്, ഫുഡ് ഐറ്റംസ് നോട്ട് ടേബിൾസ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ജോർജ് പറഞ്ഞു, ഞങ്ങൾ ഈ കടയിൽ മേശകൾ വിൽക്കുന്നില്ല, പകരം ഭക്ഷണ സാധനങ്ങളാണ് വിൽക്കുന്നത്, മേശകളല്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. ദെൻ ഹി സാറ്റ് ഡൗൺ ഓൺ എ ചെയർ ആൻഡ് വെയിറ്റഡ്. എന്നിട്ട് അയാൾ ഒരു കസാരയിൽ ഇരുന്ന് കാത്തിരുന്നു എന്നാണ് പറയുന്നത്. ജോർജ് വാസ് നോട്ട് ഹാപ്പി. ജോർജിനെ അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷമാണെങ്കിലും ഇവിടെ ജോർജിന് ആ രീതി ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഹി വെൻറ്റ് ഇൻ ടു ദ ഓഫീസ് ആൻഡ് സ്പോക്ക് ടു മിസ്റ്റർ ജോൺ. അപ്പോൾ ഹി എന്ന് പറയുന്നത് എന്താണ്? ഹി എന്ന് പറയുന്നത് ഇവിടെ ജോർജിനെയാണ്. ഇപ്പോൾ ജോർജ് ഓഫീസിലേക്ക് പോയിട്ട് മിസ്റ്റർ ജോണിനോട് ഇതിനൊക്കെ കുറിച്ച് സംസാരിച്ചു. സ്പോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിച്ചു. ദെൻ ജോർജ് ആൻഡ് മിസ്റ്റർ ജോൺ കെയിം ഔട്ട് അഗെയിൻ. അത് കഴിഞ്ഞ് ജോർജും ജോണും പുറത്തേക്ക് വന്നു, അതായത് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നു. മിസ്റ്റർ ജോൺ വാസ് ആംഗ്രി. മിസ്റ്റർ ജോൺ വളരെ ദേഷ്യത്തിലായിരുന്നു. ഹി ലുക്ക്ഡ് അറ്റ് ദി മാൻ ആൻഡ് സെഡ്, വാട്ട് ഡു യു വോണ്ട്? മിസ്റ്റർ ജോൺ കസ്റ്റമറിനെ, അതായത് വന്ന ആളെ നോക്കിയിട്ട്, കടയിലേക്ക് വന്ന ആളെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ദി മാൻ സ്മൈൽഡ് ആൻഡ് ആൻസേർഡ്, ഐ വോണ്ട് എ ലോഫ് ഓഫ് ബ്രെഡ് പ്ലീസ്. ഇവിടെ ആ മനുഷ്യൻ, അതായത് അയാൾ ചിരിച്ചോണ്ട് ഒരു ഉത്തരം കൊടുത്തു. എന്താ മറുപടി പറഞ്ഞത് അയാൾ? എനിക്ക് ബ്രെഡ് വേണം എന്നാണ് പറഞ്ഞത്. ഇവിടെ ലോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ബ്രെഡാണ്. അതായത് നമ്മളൊരു മുഴുവൻ ബ്രെഡിനെയാണ് കട്ട് ചെയ്ത് ഓരോ സ്ലൈസസ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ലോഫ് ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ബ്രെഡ്. ഹാവിങ് യു ഗോട്ട് എനി ബ്രെഡ് ഇൻ യുവർ ഷോപ്പ്? അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, നിങ്ങളുടെ കടയിൽ ബ്രെഡൊന്നും കിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഇവിടെ. മിസ്റ്റർ ജോൺ സെഡ്, യെസ് വി ഹാവ്. അപ്പോൾ ഇവിടെ യെസ് എന്ന് ഉദ്ദേശിച്ചത് യെസ്, ഇവിടെ കിട്ടും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. വി ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഹി ലുക്ക്ഡ് അറ്റ് ജോർജ് ആൻഡ് ദെൻ ഹി വെൻറ്റ് ആൻഡ് ഗോട്ട് എ ലോഫ് ഓഫ് ബ്രെഡ് ഫ്രോം എ ബിഗ് ബോക്സ് ആൻഡ് ഗേവ് ഇറ്റ് ടു ദ മാൻ. അതായത് ഇവിടെ എന്താ ചെയ്തത്? മിസ്റ്റർ ജോൺ ജോർജിനെ ഒന്ന് നോക്കി, എന്നിട്ട് ഉള്ളിൽ പോയിട്ട് ഒരു വലിയ പെട്ടിയിൽ നിന്ന് ബ്രെഡ് എടുത്ത് അയാൾക്ക് കൊടുത്തു. അതായത് കടയിൽ വന്ന ആൾക്ക് ബ്രെഡ് കൊടുത്തു. എല്ലാ സെൻറ്റൻസും അപ്പം നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞു നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്,
Did George work in Mr. John's shop? Option A, no he didn't. Option B, yes he did. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻസർ എന്താണ്? യെസ് ഹി ഡിഡ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? ജോർജ് മിസ്റ്റർ ജോണിൻ്റെ കടയിൽ വർക്ക് ചെയ്തിരുന്നോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ ആൻസർ എന്താണ്? യെസ് ഹി ഡിഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ വർക്ക്ഡ് ഇൻ മിസ്റ്റർ ജോൺസ് ഷോപ്പ്? ഓപ്ഷൻ എ, എ ഫണ്ണി മാൻ. ഓപ്ഷൻ ബി, ജോർജ്. ആൻസർ എന്താണ്? ജോർജ്. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? ആരാണ് മിസ്റ്റർ ജോണിൻ്റെ കടയിൽ വർക്ക് ചെയ്തത്, അതായത് ജോലി ചെയ്തത്? അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? ജോർജ്. വാട്ട് ഡിഡ് ദ ഷോപ്പ് സെൽ? ഈസ് ഇറ്റ് ടേബിൾസ് ഓർ ഫുഡ്? എല്ലാവർക്കും ആൻസർ കിട്ടിയില്ലേ? എന്താണ് ആൻസർ? ഇറ്റ് സോൾഡ് ഫുഡ്. ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? കടയിൽ വിൽക്കുന്നത് എന്താണ്? ടേബിളാണോ, അതായത് മേശയാണോ, അതോ ഭക്ഷണ സാധനങ്ങളാണോ, ഫുഡാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം എന്താണ് ആൻസർ? ഇറ്റ് സോൾഡ് ഫുഡ്, ഭക്ഷണ സാധനങ്ങളാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിഡ് ദ ഫണ്ണി മാൻ ആസ്ക് ജോർജ് ഫോർ സം ഫുഡ്? ഓപ്ഷൻ എ, നോ ഹി ഡിഡൻറ്റ്. ഓപ്ഷൻ ബി, യെസ് ഹി ഡിഡ്. ഇവിടെ എന്താണ് ആൻസർ? ഓപ്ഷൻ എ, നോ ഹി ഡിഡൻറ്റ്. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഫണ്ണി മാൻ, അതായത് തമാശക്കാരനായ അയാൾ ജോർജിനോട് ഭക്ഷണത്തിനെക്കുറിച്ച്, അതായത് ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നോ, ഭക്ഷണത്തിന് വേണ്ടി ചോദിച്ചിരുന്നോ എന്നാണ് ഇവിടെ ചോദിച്ചത്. അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടില്ല, പകരം മേശയാണ് ചോദിച്ചത്. അപ്പം എന്താണ് ആൻസർ? നോ ഹി ഡിഡൻറ്റ് എന്നാണ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡിഡ് ദ ഫണ്ണി മാൻ ആസ്ക് ജോർജ് ഫോർ എ ടേബിൾ? ഓപ്ഷൻ എ, നോ ഹി ഡിഡൻറ്റ്. ഓപ്ഷൻ ബി, യെസ് ഹി ഡിഡ്. ഇവിടെ ആൻസർ എന്താണ്? യെസ് ഹി ഡിഡ്. ഇവിടെ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ വരുന്നത്? ഫണ്ണി മാൻ ജോർജിനോട് ടേബിളിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ആൻസർ എന്താണ് വരിക? യെസ് ഹി ഡിഡ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഡിഡ് ജോർജ് ഷോ ഹിം എ ടേബിൾ? ഓപ്ഷൻ എ, നോ ഹി ഡിഡൻറ്റ്. ഓപ്ഷൻ ബി, യെസ് ഹി ഡിഡ്. ഇവിടെ ആൻസർ എന്താ വരുന്നത്? നോ ഹി ഡിഡൻറ്റ്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ്റെ അർത്ഥം വരുന്നത്? ജോർജ് അയാൾക്ക് ടേബിൾ കാണിച്ചു കൊടുത്തിരുന്നോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പം എന്താ ഇവിടെ ആൻസർ? നോ ഹി ഡിഡൻറ്റ്. സെവൻത് ക്വസ്റ്റ്യൻ, ഹൂസ് ഓഫീസ് ഡിഡ് ജോർജ് ഗോ ഇൻ ടു ദെൻ? ഓപ്ഷൻ എ, മിസ്റ്റർ ജോൺസ്. ഓപ്ഷൻ ബി, ദ ഫണ്ണി മാൻസ്. എന്താണ് ആൻസർ? ഓപ്ഷൻ എ, മിസ്റ്റർ ജോൺസ്. ഇവിടെ എന്താ അർത്ഥം വരുന്നത്? ആരുടെ ഓഫീസിലേക്കാണ് ജോർജ് പിന്നെ പോയത് എന്നാണ് ചോദിക്കുന്നത്. ആരുടെ ഓഫീസിലേക്കാണ് പോയത്? മിസ്റ്റർ ജോണിൻ്റെ ഓഫീസിലേക്കാണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഡിഡ് മിസ്റ്റർ ജോൺ സ്പീക്ക് ടു ദ ഫണ്ണി മാൻ? ഓപ്ഷൻ എ, നോ ഹി ഡിഡൻറ്റ്. ഓപ്ഷൻ ബി, യെസ് ഹി ഡിഡ്. റൈറ്റ് ആൻസർ, യെസ് ഹി ഡിഡ്. ഇവിടെ എന്താ ചോദിച്ചത്? മിസ്റ്റർ ജോൺ ഫണ്ണി മാനിനോട് സംസാരിച്ചോ എന്നാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ യെസ് ഹി ഡിഡ്, അവൻ സംസാരിച്ചു. നയൻത് ക്വസ്റ്റ്യൻ, വാസ് മിസ്റ്റർ ജോൺ ഹാപ്പി ഓർ ആംഗ്രി? ഓപ്ഷൻ എ, ഹി വാസ് ആംഗ്രി. ഓപ്ഷൻ ബി, ഹി വാസ് ഹാപ്പി. എന്താണ് ആൻസർ? ഓപ്ഷൻ എ, ഹി വാസ് ആംഗ്രി. ഇവിടെ എന്താ അർത്ഥം വരുന്നത്? മിസ്റ്റർ ജോൺ സന്തോഷത്തിലായിരുന്നോ അതോ അവന് ദേഷ്യം വന്നിരുന്നോ എന്നാണ് ഇവിടെ ചോദിച്ചത്. അപ്പം എന്താണ് ആൻസർ? ഹി വാസ് ആംഗ്രി, അവന് ദേഷ്യം വന്നു എന്നാണ് ഇവിടെ ആൻസർ. 10th ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഫണ്ണി മാൻ ആസ്ക് മിസ്റ്റർ ജോൺ? ഓപ്ഷൻ എ, ബ്രെഡ്. ഓപ്ഷൻ ബി, ടേബിൾ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. അപ്പം നമ്മൾ ഇന്നിവിടെ 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര മാർക്സ് കിട്ടിയെന്ന് എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്കത് വളരെയധികം സന്തോഷമാവും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഭയങ്കര ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.